സാർ എന്നെ കാണണമെന്ന് പറഞ്ഞായിരുന്നോ? തനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാനാ തന്നെ വിളിപ്പിച്ചത്. എന്തു പറ്റി സാറേ? സാറിന് കാസർഗോട്ടേക്കും കാണുമ്പോൾ ട്രാൻസ്ഫറും. താൻ അജയൻ കൊലക്കേസ് കേട്ടിട്ടില്ലേ? തന്നെ അതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയാണ്. അയ്യോ സാറേ, അത് ജോൺ ലൂക്കാ സാറും നമ്പീശൻ സാറും അന്വേഷിച്ചിട്ട് ഇടികൊണ്ടുവന്ന കേസല്ലേ? ഇതാണോ സാറ് സന്തോഷം തരുന്ന കാര്യമാണെന്ന് പറഞ്ഞത്? അജയൻ കൊലക്കേസ് അന്വേഷിക്കാൻ ആളെ കിട്ടാതെ വന്നപ്പോ ഡിപ്പാർട്ട്മെന്റ് ഒരു തീരുമാനമെടുത്തു. ആ കേസ് നേരിട്ട് അന്വേഷിക്കാതെ ആദ്യം രഹസ്യ പോലീസ് വഴി ആ കൊലക്കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ശേഖരിച്ച് അത് പഠിച്ചിട്ട് അന്വേഷിക്കുകയാണ് ബുദ്ധിയെന്ന്. അങ്ങനെ അണ്ടർ കവർ പോലീസായി പോകാൻ തക്ക കഴിവും പ്രാഗൽഭ്യമുള്ള ഒരാളെ പറ്റി ആലോചിക്കുമ്പോഴാണ് എനിക്ക് തന്റെ പേര് ഓർമ്മ വന്നത്. താനെന്താ ഇവിടെ? വൈഫിന് പ്രസവവേദനയാന്ന് ഫോൺ വന്നു. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോണം. നേരങ്ങളെ പൊയ്ക്കോ. അല്ല സാർ, അതിനു മുമ്പ് ഒന്നുമില്ല. അതല്ല സാർ, ഞാൻ ഡ്യൂട്ടിക്ക് പോയ കാര്യം. ഇത്രയും നേരം ഞാൻ ധനലക്ഷ്മി ബാങ്കിന് മുമ്പിൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. സാറിന്റെ മോള് ബാങ്ക് വിട്ട് എങ്ങും പോയിട്ടില്ല. വൈഫാണ് സത്യം. ഇതെന്ത് ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോഴാ. SP ആണെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേ. സാറ് ലക്ഷ്മിക്ക് എന്ത് പറ്റി? അതൊന്നുമില്ല. അവളെ ഏതോ ഒരു കശ്മീരൻ ശല്യപ്പെടുത്തുമോ എന്നൊരു പേടി. എങ്കിൽ ലക്ഷ്മിയുടെ സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് ഞാൻ പോവാ സാറേ. അതൊന്നും വേണ്ട. എടോ, തന്നെ പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ളവര് തന്ത്രപ്രധാനമായ കേസുകളല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. ഇതാ അജയൻ കൊലക്കേസിന്റെ കേസ് ഫയൽ. ആലപ്പുഴ തന്നെ ഒരുപാട് ഉള്ളിൽ വട്ടക്കായലിനോട് ചേർന്ന സ്ഥലത്താ 9 മാസം മുമ്പ് അജയൻ എന്നൊരു തൊഴിലാളി നേതാവ് കൊല്ലപ്പെടുന്നത്. പ്രബലരായ കയർ കച്ചവടക്കാരുടെ നാടാത്. അതിൽ ആലിക്കോയ എന്നൊരു കച്ചവടക്കാരനാണ് അജയനെ കൊന്നതെന്നാ നാട്ടുകാർ വിശ്വസിക്കുന്നത്. പക്ഷേ ആലിക്കോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും തെളിവുകളൊന്നും കിട്ടിയില്ല. മരിച്ച രാത്രിയിൽ അജയന്റെ കൈവശമുണ്ടായിരുന്ന തൊഴിലാളി സംഘം പകരം 2 ലക്ഷം രൂപ കാണാതായതിനാൽ കവർച്ചക്കാരെങ്കിലും ചെയ്തതാണോ എന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് ആ ഫയലിലുണ്ട്. സാറേ, ഈ രഹസ്യ പോലീസ് ആകുമ്പോ വേഷം മാറി വേണ്ടേ പോവേ? അതിനെന്തേ ഇവിടെ ഒരു ഉണ്ണി വെച്ച് വല്ല പിച്ചക്കാരന്റെയും വേഷം കെട്ടിയാ മതി. നിനക്കാണെങ്കിൽ ആ വകയിൽ എന്തെങ്കിലും പിച്ചക്കാശ് തടയുകയും ചെയ്യും. അതൊന്നും ശരിയാവത്തില്ല സാറേ. ഞാനൊരു കച്ചവടക്കാരന്റെ വേഷം കിട്ടിയാലോ? ഈ അജയനെ കൊന്നെന്ന് പറയുന്ന ആലിക്കോയ ഒരു കച്ചവടക്കാരനല്ലേ? അപ്പൊ അയാളോട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ എളുപ്പമാകുകയും ചെയ്യും. ഓഹോ, എന്റെ ബുദ്ധിയിൽ ഇപ്പൊ തോന്നിയ കാര്യം അപ്പോഴേ മനസ്സിലാക്കി കളഞ്ഞു. വെരി ഗുഡ്. അങ്ങനെ വെരി ഗുഡ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല സാറേ. കച്ചവടക്കാരനാകുമ്പോ പിടിച്ചു നിൽക്കാൻ കുറച്ച് കാശ് വേണ്ടേ? പിന്നെ സാറിന്റെ ബുദ്ധി തോന്നിയതായതുകൊണ്ട് അത് ഒട്ടും പാളിപ്പോകരുത്. അതെ, ചെലവിനുള്ള തുക കഴിച്ച് ഒരു 10,000 തന്നേക്കാം. പിന്നെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടല്ലാതെ താൻ തിരിച്ചിവിടെ കാല് കുത്തരുത്. ശരി സാറേ. നീ ജീവനോടെ തിരിച്ചു വന്നാൽ അപ്പോഴേക്കും നിനക്ക് കാസർഗോട്ടേക്ക് തന്നെ ഒരു ട്രാൻസ്ഫർ ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. കച്ചവടക്കാരന്റെ വേഷം കിട്ടും പോലും നിന്റെ കച്ചവടം ഞാൻ പൂട്ടിക്കും.